അമേരിക്കയിലെയും ഇന്ത്യയിലെയും മതസ്വാതന്ത്ര്യം താരതമ്യം ചെയ്ത് ദീപികയിൽ ലേഖനം. മതസ്വാതന്ത്ര്യത്തിലെ ഇരട്ടത്താപ്പ് എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം. അതിൽ കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനമാണുള്ളത്. ഇന്ത്യയിൽ ഹിന്ദുമതത്തിന് സർവ്വസ്വാതന്ത്ര്യവും മറ്റു മതങ്ങൾക്ക് സ്വാതന്ത്ര്യ നിഷേധവുമാണ്. ഇതര മതങ്ങളുടെ ചെറിയ കൂട്ടായ്മകളെപ്പോലും ഇന്ത്യയിൽ ശിക്ഷിക്കുകയാണെന്നും ഡോക്ടർ PJ തോമസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കമുള്ള ലേഖനമാണ് ഇപ്പോൾ ദീപികയിൽ. കൃത്യമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കന്യാസ്ത്രീകളുടെ ആക്രമണം, കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു ഷാർപ്പ് നിലപാടിലേക്ക് ദീപിക അടക്കമുള്ള പത്രങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെ ഈ കാര്യങ്ങൾ എന്ന പോലെ മറ്റു പല കാര്യങ്ങളിലും നിശിതമായി വിമർശിക്കാൻ ഇപ്പോൾ ദീപിക പത്രമടക്കം മടിക്കാറില്ല എന്നുള്ളത് കൂടിയാണ്. ഇന്ത്യയിൽ ഹിന്ദു മതത്തിന് സർവ്വ സ്വാതന്ത്ര്യവും മറ്റു മതങ്ങൾക്ക് അത്രമേൽ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയുമുണ്ട് ഇന്ന് ദീപിക പോലെയുള്ള കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട മുഖപത്രം പറയുന്നു. മാത്രമല്ല അമേരിക്കയിലെയും ഇന്ത്യയിലെയും സ്വാതന്ത്ര്യം തന്നെയാണ് അവർ താരതമ്യം ചെയ്തിരിക്കുന്നത്. മറ്റൊരു വിഷയം കൂടിയുണ്ട്. കാരണം കത്തോലിക്ക സഭ ഇടക്കാലത്ത് BJPയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശൈലി സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഭിന്നമായ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഈ കാലത്ത് ഈ കന്യാസ്ത്രീകളുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു നിലപാടിലേക്ക് വരികയാണ്. ശരി, MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷുക്കൂർ, ഇപ്പോൾ ഈ ദീപിക മുഖപ്രസംഗം ഞാനും സേഫും പറഞ്ഞുകൊണ്ടിരുന്നത് കന്യാസ്ത്രീകളുടെ ആക്രമണവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് ശേഷം ഒരു വളരെ ഷാർപ്പായ നിലപാട് BJPയോട് അങ്ങനെ ഒത്തുചേർന്ന് നിൽക്കാത്തൊരു നിലപാട് ദീപിക വളരെ ശക്തമായ നിലപാടെടുത്തു പോരുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെയും ഇന്ത്യയിലെയും ഒരു മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തി അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു ലേഖനം എഴുതുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിനും അതിരൂക്ഷമായ വിമർശനങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു ഷുക്കൂർ അതിനകത്ത്? ജിൽസി, ദീപിക കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മതപരിവർത്തന നിരോധന നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തി വരികയാണ്. ഒന്നാം പേജിലും അതുപോലെ തന്നെ അവരുടെ എഡിറ്റോറിയൽ പേജിലും നിരന്തരം ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് രാജസ്ഥാനിൽ കൂടി മതപരിവർത്തന നിരോധന നിയമത്തിന്റെ വകുപ്പുകൾ ശക്തമാക്കിയത്. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വളരെ കടുത്ത വകുപ്പുകളുള്ള മതപരിവർത്തന നിരോധന നിയമങ്ങളാണുള്ളത്. ഇതിൽ പലപ്പോഴും കത്തോലിക്ക സഭയുടെ പ്രവർത്തകരും സുവിശേഷ പ്രവർത്തകരുമെല്ലാം ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ലേഖനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മതസ്വാതന്ത്ര്യത്തിലെ ഇരട്ടത്താപ്പ് എന്ന തലക്കെട്ടിൽ ഡോക്ടർ PJ തോമസ് എഴുതിയ ഈ ലേഖനം പ്രധാനമായും പറയുന്നത് അമേരിക്കയിലെയും ഇന്ത്യയിലെയും മതസ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ളതാണ്. ഈ രണ്ട് രാജ്യങ്ങളിലെയും മതസ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ മതപ്രബോധന പ്രവർത്തനങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ലേഖനം. ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്നത് ഹിന്ദു മത പ്രചാരകരായ ഹരേ കൃഷ്ണ ഗായക സംഘം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു, തെരുവിൽ ഭജന നടത്തുന്നു. അതുപോലെ തന്നെ തെരുവിലൂടെ നടക്കുന്ന ആളുകളെ തടഞ്ഞു നിർത്തി ലഘുലേഖകൾ നൽകുന്നു. ഈ ലഘുലേഖകൾ നൽകുന്ന ഈ ഹരേ കൃഷ്ണ ഗായക സംഘത്തിന്റെ പ്രവർത്തകർക്ക് അമേരിക്കയിലെ പോലീസ് സംരക്ഷണം നൽകുന്നു. ആരും ഈ ഹരേ കൃഷ്ണ ഗായക സംഘത്തെ ആക്രമിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ മുതിരുന്നില്ല. ഒപ്പം തന്നെ അമേരിക്കയിലെ ഹിന്ദുക്കൾ കുറി, ചരട് ഉൾപ്പെടെയുള്ള മത അടയാളങ്ങൾ ധരിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ഇന്ത്യയിലും ഉറപ്പുവരുത്താൻ ഹിന്ദു മത നേതൃത്വത്തിന് ബാധ്യതയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒപ്പം അമേരിക്കയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ 20 വർഷം കൊണ്ട് 435 നിന്നും 1500 ഉയർന്നു. 2050 ആകുമ്പോഴേക്കും 30 ലക്ഷം എന്ന ഹിന്ദു ജനസംഖ്യ 1.5 കോടിയായി ഉയരും. അമേരിക്കൻ ഹിന്ദുക്കളിൽ 10% മതപരിവർത്തനത്തിലൂടെ ഹിന്ദുക്കളായി മാറിയവരാണ്. നേരത്തെ അവർ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ മറ്റോ ആയിരുന്നു. ജൂലിയ റോബർട്ട്സ് എന്ന ഹോളിവുഡ് നടി ഹിന്ദുമതം സ്വീകരിച്ച് ആ വിവരം പരസ്യപ്പെടുത്തുകയും ചെയ്തു. ജൂലിയ റോബർട്ട്സിന്റെ അവർ ധ്യാനിക്കുന്ന ഒരു ചിത്രം കൂടി ഈ ലേഖനത്തിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ക്രിസ്തുമതം കൊളോണിയലും വൈദേശികവും പേടിക്കേണ്ടതുമാണെന്ന് കരുതി മാറ്റി നിർത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ ലേഖനത്തിൽ പറയുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യയിലെ മതകൂട്ടായ്മകളെ കുറ്റകൃത്യമായി കണ്ട് ശിക്ഷിക്കുന്നു. അമേരിക്കയിൽ മതസ്വാതന്ത്ര്യം ആസ്വദിച്ച ശേഷം അവർ തന്നെ ഇന്ത്യയിൽ മറ്റു മതങ്ങളെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ കൂടി പറയുന്നു. അവസാനമായി പറയുന്ന കാര്യം, അമൃതാനന്ദമയുടെ ശിഷ്യരായി നിരവധി വിദേശികൾ എത്തുന്നു. അതിലാരും ആശങ്കപ്പെടുന്നില്ല, അസ്വസ്ഥപ്പെടുന്നില്ല. മറ്റു മതങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം അനുവദിക്കാത്തതെന്ന് ചോദിച്ചാണ് ഈ ലേഖനം അവസാനിക്കുന്നത്.